അസി വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സൗണ്ട് കൊണ്ടൊന്നും കേൾക്കുന്നുണ്ടാവില്ല. 4, 5 ലാസ്റ്റ് ദിവസം ന്യൂ ഇയറിൻ്റെ 2025 ലാസ്റ്റ് ദിവസത്തെ പ്രോഗ്രാമുകളാണ്. ഇത് കുറച്ച് റൈഡുകളും ഇതെല്ലാം കാണിക്കുന്നത്. കാത്തിരിക്കുന്ന കസേരകൾ, കാലിയായ സ്റ്റേജ് എന്ന് കേട്ടിട്ടേ ഉള്ളൂ. എന്നാലും കസേരയിൽ നിന്ന് ആരും എണീറ്റിട്ടില്ല. ഹായ് എന്ന് പറ. ഹായ്. ഹായ് ഹായ്. ഹായ് ഹായ്. ചിരിച്ചേ ചിരിച്ചേ. ഫെസ്റ്റിവലിൽ കണ്ട ഒരു കൗതുകം. സാധാരണ ബീച്ച് ഫെസ്റ്റിവല് അതുപോലുള്ള ഇതിലൊന്നും കൂടുതൽ ഇതുപോലെ കാണാറില്ല. ബുക്കുകളുടെ ഒരു ശേഖരം തന്നെ വിൽക്കാൻ വന്നിരിക്കുന്നു. മിക്കവാറും ഇത് കോഴിക്കോട് നിന്നൊക്കെയുള്ള പ്രസാധകരായിരിക്കും. ഇല്ലെങ്കിൽ ഈ കോഴിക്കോടൊക്കെ നമ്മളെ ഫുട്പാത്തിലൊക്കെ വിൽക്കുന്ന രീതികൾ കണ്ടിട്ടില്ലേ, എറണാകുളത്തൊക്കെ ഉള്ള. പറയേ, ബുക്ക് എവിടുന്നാണ് നിങ്ങൾ കൊണ്ടുവന്നേക്കണേ? കോഴിക്കോടാ? പറയേ. കോഴിക്കോട് അല്ലേ? ഇത് എവിടെയാണ് നിങ്ങൾ സ്ഥിരമായിട്ട് വിൽക്കണത്? ഫുട്പാത്തിലാ? ഫുട്പാത്തിലല്ല, ഞങ്ങൾ സ്കൂളിലാണ് പരിപാടി. അതല്ലേ, സ്കൂളിൽ പോയിട്ടാണ് പുസ്തകങ്ങൾ വിൽക്കാറ്. അതല്ലേ. എവിടെ സ്ഥലം നിങ്ങളുടെ? ഞങ്ങൾ പൊന്നാനിലാണ്. പൊന്നാനില്ലേ? ഞാൻ യൂട്യൂബ് ചാനലാണ് മഞ്ജുള്ള ചാവക്കാട്. ചാവക്കാടല്ലേ? മഞ്ജുള്ള ചാവക്കാട് അസി വ്ളോഗ്സിന്റെ യൂട്യൂബ് ചാനലാണ്. അതിലാണ് വരുന്നത്. സാധാരണ ഇങ്ങനെ കടപ്പുറം അതുപോലെ തന്നെ ഈ ഫെസ്റ്റിവലിലൊന്നും കൂടുതൽ ബീച്ച് ഫെസ്റ്റിവലിലൊന്നും ബുക്കിന്റെ കച്ചവടം കാണാറില്ല. പക്ഷെ ഇവിടെ എങ്ങനെ കച്ചവടം എങ്ങനെ ഉണ്ട്? കച്ചവടം ബുക്കിന് വലിയ കച്ചവടം. വായനക്കാർ വന്നിട്ട് ഫസ്റ്റ് മേടിക്കും അല്ലേ? ശരിക്കും വായിക്കുന്നവര് എന്തായാലും ശ്രദ്ധിക്കപ്പെടും. വായിക്കുന്നവർ മേടിക്കുന്നു. അതല്ലേ. എന്താ പേര്? മുത്തുന്നു. ശരി കേട്ടാ, കണ്ടതിൽ വളരെ സന്തോഷം. കാരണം ഇങ്ങനെ ബുക്കുകളെല്ലാം ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ? നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഓരോ സ്കൂളിൽ പോയിട്ട് ചെയ്യലാണ്. അതല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് പരിപാടി വെളിയങ്കോട് സ്കൂളിൽ. അപ്പൊ വെളിയങ്കോട് സ്കൂളിൽ വന്നപ്പോൾ അവിടുന്ന് ഒരു ന്യൂസ് അറിഞ്ഞ ഇങ്ങനെ കടപ്പുറം ഇങ്ങനെ ബീച്ചിൽ അങ്ങനെ ഇന്നാണ് വന്നത് അല്ലേ? നാളെയും കൂടി ഉണ്ടാവൂല്ലേ അവിടെ? നാളെ ആളുണ്ടാവും, ഇതിലും കൂടുതൽ ആളുണ്ടാവും. ശരി കേട്ടോ, താങ്ക്സ്.